ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കൺസീൽഡ് ഫ്ലഷിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള വരുന്ന പാർട്സുകളും എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വാൾ ഹാങ് ക്ലോസറ്റ് ആണ്. അതിൽ നേരെ വന്നിട്ട് കൺസീൽഡ് ഫ്ലഷ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഭിത്തിയുടെ അകത്ത് വരുന്ന ഫ്ലഷ്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആകെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ളൊരു ജസ്റ്റ് ഒരു ഹോളാണ് വരുന്നത്. സ്ക്വയർ ആയിട്ട് വരുന്നത്. ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ് മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന പുഷ് ബട്ടൻ്റെ കറക്റ്റ് കണ്ടോ, ആ രണ്ട് മോഡ്യൂളാണ് വരുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. ഈ ഫ്രണ്ടിൽ വരുന്ന ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് റോഡ് വന്നതിന് ശേഷം അതിലാണ് രണ്ട് പുഷ് ബട്ടൺ വരുന്നത്. അപ്പോൾ ഈ രണ്ട് പുഷ് ബട്ടൺ വരുന്ന സമയത്ത് നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് രണ്ട് വാൽവ് കാണാൻ സാധിക്കും. ഞെക്കുന്ന സമയത്ത് രണ്ട് വാൽവ് വരുന്നുണ്ട്. ആ ഒരു വാൽവ് നേരെ വരുന്നത് ഫ്ലഷിൻ്റെ അകത്ത് വരുന്ന വാൽവാണ്. ഫ്ലഷിൻ്റെ അകത്തേക്ക് വരുന്ന വാൽവ് കണ്ടോ, ജസ്റ്റ് പൊക്കയും താഴ്ത്തിയും ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ പൊങ്ങുന്ന സമയത്ത് അതിൻ്റെ വാൽവ് ഓപ്പറേറ്റ് ആവും. അങ്ങനെയാണ് ആ വെള്ളം പുറത്തേക്ക്, അതായത് ക്ലോസറ്റിലേക്ക് വെള്ളം വരുന്നത്. നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വെക്കണം. ഇതിപ്പോൾ ജബ്രിറ്റിൻ്റെ മോഡലാണ്. ജബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്ലഷാണ് മോഡൽ വരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഞെക്കുന്ന സമയത്ത് അതിൻ്റെ ലിവർ മുകളിലേക്ക് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിവർ പൊങ്ങുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ കണ്ട ആ നീല ആ ഫ്ലഷിൻ്റെ വാൽവ് ജസ്റ്റ് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തരാം. ആ രണ്ട് വാൽവ് അങ്ങനെ തന്നെ രണ്ട് റോഡുണ്ട്. ആ രണ്ട് റോഡ് അതിലേക്ക് പോയിട്ട് നമ്മൾ ഞെക്കുന്ന സമയത്ത് അത് പതുക്കെ പൊങ്ങും. അങ്ങനെയാണ് ആ വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ റോഡ് കാര്യങ്ങളുടെ ഒരു കറക്റ്റ് ലെങ്ത് ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. ഇനി അതിന് ശേഷമാണ് ഈ പറയുന്ന സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ആ മോഡ്യൂൾ വെച്ചു, ആ പ്ലേറ്റ് വെച്ചു. അതിനുശേഷം രണ്ടാമതുമാണ് ഈ പറയുന്ന മോഡ്യൂൾ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഏറ്റവും ടോപ്പായിട്ടാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന സ്റ്റീലിൻ്റെ ആ പുഷ് ബട്ടൺ ഇല്ല, ആ പുഷ് ബട്ടൺ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഏരിയകളിലാണ് നമ്മൾ അഴിച്ചെടുക്കേണ്ടത്. ഏറ്റവും ആദ്യം ഈ മെയിൻ സ്റ്റീലിൻ്റെ ടൈപ്പ് മെയിൻ പുഷ് ബട്ടൻ്റെ ആ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അഴിച്ചെടുക്കണം. അതിനുശേഷം രണ്ട് പ്ലേറ്റുകൾ അഴിച്ചെടുക്കണം. അതിനുശേഷമാണ് ഈ പറയുന്ന ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ കൈയിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ജസ്റ്റ് അതിൻ്റെ കൈ കാര്യങ്ങളൊക്കെ കടക്കോ വാൽവുകളോ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമെന്ന്. വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റും. ആ സൈഡിലുള്ള വാൽവുകളാണെങ്കിലും താഴേക്കുള്ള വാൽവുകളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മളെ കൈയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ സെപ്പറേറ്റ് ഒരു വെള്ളം വരുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് വരുന്നുണ്ട്. ആ സൈഡാണ് ആ വാൽവ് വരുന്നത്. ആ വാൽവ് നമുക്ക് അഴിച്ച് ഫുള്ള് സെറ്റ് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഫ്ലഷിൻ്റെ ഫുൾ സെറ്റും കാര്യങ്ങളും പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതായത് എപ്പോഴുള്ളൊരു സംശയം, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അതായത് കൺസീൽഡ് ഫ്ലഷ് വെച്ചിട്ട് കംപ്ലയിൻറ്റ്സ് അങ്ങനെ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ഇനി സെപ്പറേറ്റ് അഴിച്ചെടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine